നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിയിൽ നിന്നും വീണ്ടും പിണറായി വിജയന് തിരിച്ചടി നേടിയിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്. വളഞ്ഞ വഴിയിൽ മിൽമയിൽ അധികാരം പിടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് വീണ്ടും തിരിച്ചടി. മിൽമയിൽ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ബില്ല് രാഷ്ട്രപതി പൂർണ്ണമായും തള്ളി. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ ഒന്നാണ് ഇത്. ക്ഷീരസംഘം ബില്ലിലാണ് അംഗീകാരം ലഭിക്കാത്തത്. മിൽമ ഭരണം പിടിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് നിയമസഭയിൽ ക്ഷീരസംഘം സഹകരണ ബില്ല് കൊണ്ടുവന്നത്. ഇത് ഗവർണർ പിടിച്ചുവച്ചിരുന്നു. പ്രാദേശിക ക്ഷീര സംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പ്രതിനിധിക്കോ സമിതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതാണ് ബില്ല്. ക്ഷീര കർഷകരുടെ പ്രതിനിധികൾക്കല്ലാതെ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകുന്നത് ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകും എന്നാണ് ഗവർണറുടെ കാഴ്ചപ്പാട്. സംസ്ഥാന ഭരണ സംവിധാനം ഉപയോഗിച്ച് സഹകരണ സംഘം ഭരണത്തിൽ പിടിമുറുക്കുന്നതിനുള്ള നടപടിയാണ് ഈ നിയമനിർമ്മാണത്തെ രാജ്ഭവൻ കാണുന്നത്. ബില്ല് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നതിനെ തുടർന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഗവർണറെ കണ്ട വിശദീകരണം നൽകിയെങ്കിലും അതും തള്ളുകയാണ് ഉണ്ടായത്. ക്ഷീരസംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകാനുള്ള വ്യവസ്ഥ നേരത്തെ കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ തുടർച്ചയെന്ന നിലയിലാണ് അഡ്മിനിസ്ട്രേറ്റർ ചുമതലപ്പെടുത്തുന്ന ആളിന് വോട്ടവകാശം നൽകുന്നത് എന്ന് മന്ത്രി വിശദീകരിച്ചു. എന്നാൽ വോട്ടവകാശം ഒരാളെ എങ്ങനെ ചുമതലപ്പെടുത്തുന്നു എന്ന ചോദ്യമാണ് ഗവർണർ ഉയർത്തുന്നത്. ബില്ല് അംഗീകരിക്കുമെന്ന ഉറപ്പ് ഗവർണർ നൽകിയിട്ടുമില്ല. മന്ത്രി എത്തി വിശദീകരിച്ചിട്ടും വഴങ്ങിയിട്ടുമില്ല. ജനാധിപത്യ തത്വത്തിനും ആശയത്തിനും വിരുദ്ധമാകുമെന്ന് ഗവർണർ വിലയിരുത്തി. തുടർന്ന് ബില്ല് രാഷ്ട്രപതിക്ക് വിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ബില്ലിലാണ് രാഷ്ട്രപതി തള്ളിയിരിക്കുന്നത്. ക്ഷീരസംഘത്തിൽ വർഷം 500 ലിറ്റർ പാല് കൊടുക്കുന്ന കർഷകർക്ക് മാത്രം ക്ഷേമനിധിയിൽ അംഗത്വമെന്ന വ്യവസ്ഥ ഒഴിവാക്കി. ഒരിക്കലെങ്കിലും പാൽ നൽകുന്നവർക്ക് അംഗത്വത്തിന് അപേക്ഷിക്കാമെന്നായിരുന്നു ബില്ലിൽ ഉണ്ടായിരുന്നത്. ക്ഷേമനിധിയിലേക്കുള്ള അപേക്ഷകളെല്ലാം ഓൺലൈൻ ആയിരിക്കും. ബോർഡിലെ ഭരണസമിതിയിലെ 12 അംഗമായിരുന്നത് 16 ആക്കിയെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കാലിത്തീറ്റ ഉൽപാദന സ്ഥാപനങ്ങളും സ്വകാര്യ ഡയറികളും ഉൾപ്പെടെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ക്ഷേമനിധിയിലേക്ക് സംഭാവനയാണ് നൽകുന്നത്. ഭേദഗതി വന്നതോടെ സർക്കാർ നിശ്ചയിക്കുന്ന തുക അവർ ക്ഷേമനിധി വിഹിതമായി നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ചെയ്തിരുന്നത്. ഗവർണർ ഒപ്പിടാതെ 7 ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. ക്ഷീരസംഘം സഹകരണ ബില്ല് കൂടി തള്ളിയതോടെ 7 ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം 4ആയി. ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ബില്ല്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ ബില്ല് അധികാരം നൽകിയിരുന്നു. ഇതിലൂടെ മിൽമയുടെ ഭരണം പിടിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിലാണ് ഇപ്പോൾ തിരിച്ചടി നേരിടുന്നത്.